ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് പറയുക. ഓക്കെ, ഒരു കാൽക്കുലേറ്റർ ചെയ്യാനാണ് പറഞ്ഞത് സിംഗിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഞാൻ ടൈം തരാം ചെയ്യാനായിട്ട്. അപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോ നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ കാൽക്കുലേറ്റർ ചെയ്ത് ഓക്കെ, എങ്കിലും സിംഗിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇനിറ്റ് മെത്തേഡ് വർക്ക് ആവുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനിറ്റ് മെത്തേഡ് എന്തായിരുന്നു? ഒരാൾ പറഞ്ഞേ, എന്താണ് ഇനിറ്റ് മെത്തേഡ്? എന്താണ് ഒരു ഇനിറ്റ് മെത്തേഡ്? അരുൺ പറഞ്ഞേ. ഹലോ, റെസ്പോണ്ട് ചെയ്യാവോ? ഹസ്ന, യെസ്, ആട്രിബ്യൂട്ട്സ്, ക്ലാസ്സിനുള്ളിലെ ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ ആണ് ഇനിറ്റ് മെത്തേഡ്. ആ ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാനിപ്പോ ക്ലാസ് മാക്സ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ ഇനിറ്റ് മെത്തേഡ് കൊടുക്കുവാണ്. ഡെഫ് ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ്. അപ്പോൾ ഞാനിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തന്ന ടാസ്ക് ഞാൻ ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യണം, അല്ലാതെയും ചെയ്യണം. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് നമ്പേഴ്സ് എടുക്കുന്നു. ആ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് എല്ലാ ഓപ്പറേഷനും ചെയ്യാൻ പോകുന്നു. സോ ആ രണ്ട് നമ്പർ ആയിട്ട് ഞാൻ ഇവിടെ എക്സും വൈയും എടുക്കുന്നു. ഓക്കെ, സെൽഫ് കോമ എക്സ് കോമ വൈ. ഈ എക്സും വൈയും ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എക്സിന് വേണ്ടി സെൽഫ് കൊടുക്കുന്നു. സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഈ മെത്തേഡ്. സോ ഞാൻ ഇനിറ്റ് മെത്തേഡ് എക്സിനെ ഇനിഷ്യലൈസ് ചെയ്തു, അതുപോലെ വൈനെയും കൂടി ഇനിഷ്യലൈസ് ചെയ്യുവാണ്. സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ. അപ്പൊ ഞാൻ സെൽഫിനെയും വൈനെയും ഡിഫൈൻ ചെയ്തു. ഈ മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇതുപോലെ ഞാൻ സെക്കൻഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വേണ്ടേ സ്വന്തമായിട്ട്? ഇപ്പൊ എന്തുണ്ട്, വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട് സ്വന്തമായിട്ട്. മാത്സ് എന്ന് പറയുന്ന ക്ലാസ്സിന്റെ സ്വന്തമായിട്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഞാൻ ഈ ആട്രിബ്യൂട്ട് എടുക്കുന്നത് പോലെ തന്നെ ഞാനൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യണം? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, ഡിവിഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യണം. തൽക്കാലം ഞാനിപ്പോ രണ്ടെണ്ണം ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ആട്രിബ്യൂട്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ അടുത്തൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. ഒരു ഫംഗ്ഷൻ കൊടുക്കുക വിചാരിക്കുക. നമുക്ക് ആഡും ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. മൈനസ് ചെയ്യാൻ വേണ്ടി ഞാൻ സബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഫസ്റ്റ് ക്ലാസ്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സെക്കൻഡ് ക്ലാസ്സിലായ ചൈൽഡ് ആക്സസ് ചെയ്തെടുക്കുന്നു. സോ ഇവിടെ ചെയ്യുന്നതും സെയിം കാര്യം തന്നെയാണ്, ചൈൽഡ് ആക്സസ് ചെയ്തെടുക്കുന്നു. പാരന്റ് ക്ലാസ്സിന്റെ ഈ മെത്തേഡ്സും അതുപോലെ ആട്രിബ്യൂട്ട്സും ചൈൽഡ് ക്ലാസ് ആക്സസ് ചെയ്തെടുക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. സോ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു.
അതിലേക്ക് സെൽഫ് പാസ് ചെയ്യാം. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്, നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതല്ല. എന്നിട്ട് ഇവിടെ ആ എക്സും വൈയും എന്താണോ ചെയ്യുന്നത് അത് കൊടുക്കുക. ഞാനിപ്പോ ചെയ്യുവാണ് റിട്ടേൺ എക്സ് പ്ലസ് വൈ, എക്സും വൈയും ആഡ് ആണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തു. അങ്ങനെ ആഡ് മെത്തേഡ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സബ് എന്ന് പറയുന്ന അടുത്ത ഫംഗ്ഷൻ കൊടുക്കുന്നു. സബ് ഫംഗ്ഷൻ ചെയ്യുന്ന എന്താണ്, എക്സിനെയും വൈനെയും കൂടി മൈനസ് ചെയ്യുന്നു, അതും കൂടി കൊടുക്കുന്നു. റിട്ടേൺ എക്സ് മൈനസ് വൈ, എക്സും വൈയും കൂടി മൈനസ് ചെയ്തു. ഓക്കെ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു, സബ് എന്ന് പറയുന്ന ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ചൈൽഡ് ക്ലാസ്സിന് ഞാനിപ്പോ ചൈൽഡ് എന്ന് തന്നെയാണ് പേര് കൊടുക്കുന്നത്. ക്ലാസ് ചൈൽഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇതിന്റെ പാരന്റ് മാത്സ് എന്ന് പറയുന്ന ക്ലാസ് ആണ്, ആ ക്ലാസ് കൂടി ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചൈൽഡ് ക്ലാസ്സിന് പാരന്റ് ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സിനെ എടുക്കണം. സോ പാരന്റ് ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സിന് ചൈൽഡ് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സൂപ്പർ എന്ന് പറയുന്ന ഒരു കീവേഡ്. ഈ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസിന്റെ ആട്രിബ്യൂട്ട്സിനെ ഡയറക്റ്റ്ലി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. മെത്തേഡിൽ നിന്നാണല്ലോ എക്സും വൈയും വന്നത്. സോ നിങ്ങൾ സെൽഫ് ഡോട്ട് എക്സ് സെൽഫ് ഡോട്ട് വൈ എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എറർ വരും. ദെൻ ചൈൽഡ് ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനിറ്റ് മെത്തേഡ് കൊടുക്കുന്നു. സോ ചൈൽഡ് ക്ലാസ്സിന് അണ്ടർസ്കോർ ചെയ്ത് ഇനിറ്റ് മെത്തേഡ് കൊടുക്കുന്നു, ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ്. പാരന്റ് ക്ലാസ്സിന്റെ എക്സും വൈയും ആണ് നമുക്ക് ചൈൽഡിലേക്ക് എടുക്കേണ്ടത്. സോ നമുക്ക് അത് ഇവിടെ തന്നെ സെയിം ആയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം, ഈ എക്സും വൈയും മുകളിലത്തെ പാരന്റ് ക്ലാസ്സിലെ ആണ്. സോ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ആട്രിബ്യൂട്ട്സിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. സൂപ്പർ കൊടുക്കുക, സൂപ്പറിലുള്ള ഇനിറ്റ് മെത്തേഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈയും നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ഡിഫൈൻ ചെയ്യാം. സൂപ്പർ ഡോട്ട് ഇനിറ്റ് എക്സ് കോമ വൈ, എക്സും വൈയും ആണ് നമ്മൾ സൂപ്പർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെയും വൈനെയും നമുക്ക് വിളിക്കാം. അപ്പൊ അതിനു മുന്നേ ഓക്കെ, നമുക്ക് എക്സിനെയും വൈനെയും വിളിക്കാം. എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് എക്സിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യുവാണ്. എന്റർ എക്സ്, വൈ ഇൻപുട്ട് ചെയ്യുന്നു. y equal to int of input enter y, എക്സും വൈയും നമ്മൾ ഇവിടെ ഇൻപുട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണ്ടേ, ഇവിടെ അഡിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചൈൽഡ് ക്ലാസ്സിൽ തന്നെ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് വരുമല്ലോ. സോ ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രിന്റ് വെച്ചിട്ട് കൊടുക്കാം. പ്രിന്റ് സം ഈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സം എത്രയാ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെൽഫ് ഡോട്ട് ആഡ് എന്ന് വിളിച്ചാൽ മതി. സിംഗിൾ ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ഫംഗ്ഷൻ എവിടാന്ന് നമുക്ക് തന്നെ കണ്ടുപിടിച്ചോളൂ. നമ്മൾ ഡയറക്റ്റ് ഒന്നും കൊടുക്കണ്ട. സബീസ് എന്ന് പറഞ്ഞ് സബ്ട്രാക്ഷനും കൊടുക്കുക. സെൽഫ് ഡോട്ട് സബ്, കണ്ടോ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ കോൾ ചെയ്തു. നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ തന്നെ ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ കോൾ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒ ഈക്വൽ ടു, ഒ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഞാൻ ചൈൽഡ് ക്ലാസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. ഒ ഈക്വൽ ടു ചൈൽഡ് ഓഫ്, ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, ചൈൽഡിന്റെ പേര് കൊടുക്കുക, എക്സ് കോമ വൈ. അതാണ് രണ്ട് ആട്രിബ്യൂട്ട്സ് ചൈൽഡ് ക്ലാസ്സിൽ വരുന്നത് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ഫംഗ്ഷൻ ഇവിടെ വിളിച്ചാൽ മതി. ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ലാസ്സിലെ അഡിഷനും അതുപോലെ സബ്ട്രാക്ഷനും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ആ ഫംഗ്ഷന്റെ പേരാണ് ചൈൽഡ് ക്ലാസ്സിലെ ഡിസ്പ്ലേ ഫംഗ്ഷൻ. ചൈൽഡ് ക്ലാസ്സിലെ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ആഡ് ചെയ്യാനും സബ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടുണ്ട്. സോ അത് മാത്രം നമ്മൾ ഇവിടെ വിളിച്ചാൽ മതി. സോ നമുക്ക് വിളിക്കാം ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ
ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുക. അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടിക്കോളും. റൺ ചെയ്ത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ എക്സ് ചോദിച്ചിട്ടുണ്ട്. എക്സ് ഞാനൊരു 10 കൊടുത്തു, എൻ്റർ ചെയ്തു. വൈ 4 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സമ്മ് 14ഉം സബ് 16 എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് ഇനിറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒറ്റയടിക്ക് ഇത്രയും വലിയ പ്രോഗ്രാം ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാംസ് തന്നെ നമ്മൾ ഒരൊറ്റ ക്ലാസ്സിലാക്കി ചെയ്യും. അത്രേ ഉള്ളൂ. ഇനിറ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ നോക്കിയതാണ്, സിംഗിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ നേരത്തെ നോക്കിയതാണ്, ക്ലാസിന്റെ കൺസെപ്റ്റും നേരത്തെ നോക്കിയതാണ്. അതെല്ലാം കൂട്ടി വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ചെയ്ത് നോക്കുക. ഓക്കെ ആണ് എന്നുള്ളവർ ഓക്കെ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക. സൂപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കീവേഡ് ആണ്. ആ ഒരു കീവേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ സൂപ്പർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് ആട്രിബ്യൂട്ട്സിനെ, ഇനിറ്റ് മെത്തേഡിലല്ലേ നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സിനെ എടുക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? പ്ലീസ് റെസ്പോണ്ട്. അഭിഷേക്, അഭിഷേക്. ആ, ഓക്കെ ഓക്കെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ. ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇതിൽ തന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ചൈൽഡ് എന്ന് പറയുന്ന ക്ലാസ്സില് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഫംഗ്ഷനും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷന് നമുക്ക് ഇതുപോലെ റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഡെഫ് മൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, റിട്ടേൺ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. സോ ഞാൻ റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ സെൽഫ് ഡോട്ട് എക്സ് സ്റ്റാർ സെൽഫ് ഡോട്ട് വൈ. അപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേഷനും കൂടി കിട്ടും. അപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന്റെ ഇവിടെ തന്നെ നമ്മൾ അതും കൂടി പ്രിന്റ് ചെയ്താൽ മതി. പ്രൊഡക്റ്റീസ് എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്തു. പ്രൊഡക്റ്റ് സെൽഫ് ഡോട്ട് മുള്ളിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ മുള്ളിൽ കൂടി വിളിക്കുക. സോ നമുക്ക് എന്ത് കിട്ടും, അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും റിട്ടേൺ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചൈൽഡിന്റെ ഫംഗ്ഷൻ, ബാക്കി രണ്ടും പാരന്റിന്റെ ഫംഗ്ഷൻ. ഇതെല്ലാം കൂടി നമ്മൾ ചൈൽഡിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യും. ഓക്കെ, ചെയ്യുക.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്ത് ടി പി ദേവപ്രയ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ഓക്കെ അല്ലേ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് മെയിൻ ക്ലാസ് കാണും. ആ രണ്ട് മെയിൻ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ചൈൽഡ് ആക്സസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് ഏരിയ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഇതിലേക്ക് ഏരിയ കണ്ടുപിടിച്ച് വെക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് വെക്കുവാണ്. ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് വെക്കുന്നു. ഡെഫ് ഏരിയ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു റേഡിയസ് പാസ് ചെയ്യുന്നു. ആർ പാസ് ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ സർക്കിളിന്റെ ഏരിയ ആണ് ഇപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത്. സോ സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ ആണ്. 3.14 ആണ്. പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ ഡബിൾ സ്റ്റാർ 2 ആണ്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് വെച്ചു. ദെൻ ഇത് എന്റെ ഫസ്റ്റ് ക്ലാസ്. ഇനി സെക്കൻഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. പെരിമീറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പെരിമീറ്റർ, അതായത് സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ് പെരിമീറ്റർ എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഞാൻ പെരിമീറ്റർ എന്ന് പറഞ്ഞ് പെരി എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ എന്ത് പാസ് ചെയ്യുന്നു? റേഡിയസ് തന്നെ പാസ് ചെയ്യുന്നു. 2πr ആണ് സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഫോർമുല. 2πr ആയതുകൊണ്ട് തന്നെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ 2 ഇൻറ്റു 3.14 ഇൻറ്റു ആർ. ഓക്കെ. ഇപ്പൊ പെരിമീറ്ററും കണ്ടുപിടിച്ച് വെച്ചു. സർക്കിളിന്റെ
തന്നെ എന്തൊക്കെ ചെയ്തു? പെരിമീറ്റർ ആൻഡ് ഏരിയ രണ്ട് ക്ലാസ്സിലാക്കി ചെയ്തു വെച്ചു. ഇതാണ് നമ്മുടെ രണ്ട് മെയിൻ ക്ലാസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൂന്നാമത്തെ മെയിൻ ക്ലാസ്, മൂന്നാമത്തെ ക്ലാസ് എടുക്കാം. ഇത് നമ്മുടെ ചൈൽഡ് ക്ലാസ് ആണ്. ചൈൽഡ് ക്ലാസ്സിന് ഞാൻ സർക്കിൾ എന്ന് പേരിടും. ഈ സർക്കിൾ എന്ത് ചെയ്യും? ഏരിയയും ആക്സസ് ചെയ്യും, അതുപോലെ പെരിമീറ്ററും ആക്സസ് ചെയ്യും. സോ ഞാൻ അത് രണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കും. ഏരിയയും പെരിമീറ്ററും ആക്സസ് ചെയ്യും. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? സർക്കിളിന്റെ ഏരിയയും അതുപോലെ പെരിമീറ്ററും ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഏരിയ ഓഫ് ദ സർക്കിൾ. ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ്, സർക്കിളിന്റെ ഏരിയ എവിടെയാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്. സോ ഏരിയ എന്ന് വിളിക്കുന്നു. സെൽഫ് ഡോട്ട് ഏരിയ എന്ന് കൊടുക്കുന്നു. പെരിമീറ്ററും കണ്ടുപിടിക്കുന്നു. പ്രിന്റ് പെരിമീറ്റർ ഈസ്, പെരിമീറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സെൽഫ് ഡോട്ട് പെരിമീറ്റർ അല്ലെങ്കിൽ പെരി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. സോ പെരി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ 6 ഇൻപുട്ട് ചെയ്യുക എന്നതാണ്. സോ നമുക്ക് 6 ഇൻപുട്ട് ചെയ്യാം. ബ്രാക്കറ്റിൽ 6 കൊടുക്കുക. കാര്യം നമ്മൾ മേളിൽ നിന്ന് 6 പാസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫംഗ്ഷനിൽ 6 കൊടുക്കുക. 6 നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാം. ആർ ഈക്വൽ ടു ഇൻഡോ ഫ്ലോട്ടോ കൊടുക്കാം കേട്ടോ. ഇൻപുട്ട് എൻട്രി നമ്പർ, ഇല്ലെങ്കിൽ എൻട്രി റേഡിയസ്. എന്താക്കി റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഇവിടെ ഇൻപുട്ട് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ സി കൊടുത്തു. ദെൻ ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുക. റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ, അതായത് ഫാദറും മദറും കാണും. എന്നിട്ട് ചൈൽഡ് എന്ത് ചെയ്യും? ഫാദറിന്റെയും മദറിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും ആക്സസ് ചെയ്തെടുക്കും. ആ ഒരു രീതിക്ക്, ആ ഒരു മെത്തേഡ്സിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സർക്കിൾ വെച്ചിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ചെയ്തു. സർക്കിളിന്റെ ഏരിയ ഒരു മെയിൻ ക്ലാസ്, അതുപോലെ സർക്കിളിന്റെ പെരിമീറ്റർ മറ്റൊരു മെയിൻ ക്ലാസ്. ഈ രണ്ട് മെയിൻ ക്ലാസ്സും നമ്മൾ സർക്കിളിലേക്ക് ആക്സസ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കാം. സർക്കിളിന്റെ റേഡിയസ് ചോദിച്ചു 2 കൊടുത്തു. അപ്പോൾ ഏരിയ 12.56 ആൻഡ് പെരിമീറ്റർ 12. രണ്ടും സെയിം തന്നെ കിട്ടിയല്ലോ. പൈ ആർ സ്ക്വയറും 2 പൈ ആറും ആണ്. പെരിമീറ്റർ 2 പൈ ആർ ഇൻറ്റു പൈ ആർ. ഓക്കെ, ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ബാക്കി മെത്തേഡ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ചെയ്ത് നോക്കുക. ക്ലിയർ ആയോ? ഓക്കെ. ട്വൽവ് പോയിന്റ് 56 തന്നെയാണ് കേട്ടോ ഏരിയയും പെരിമീറ്ററും. 2 റേഡിയസ് വരുവാണെങ്കിൽ ചെയ്ത് നോക്കുക.
3 എക്സാമ്പിൾ നിങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ, അതേ എക്സാമ്പിൾസ് തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തും നിങ്ങൾ ചെയ്യുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ ഈ ടാസ്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.